ശക്തമായ മഴയെ തുടർന്ന് വയനാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ക്വാറികൾ, അഡ്വഞ്ചർ ടൂറിസം, ട്രക്കിംഗ് എന്നിവ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഉത്തരവ്. ഹോം സ്റ്റേ, റിസോർട്ട് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും നിയന്ത്രണമുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല, കള്ളാടി, ആനക്കാംപൊയിൽ മേഖലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഇന്നലെ മുതൽ വലിയ മഴയാണ് അല്ലേ? മാധു, വലിയ മഴ എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇടവിട്ട് പലയിടങ്ങളിലും കനത്ത മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാടിന്റെ തെക്കേ ഭാഗങ്ങളിലാണ്. അതായത് വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിൽ ഉൾപ്പെട്ട താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമാകുന്നുണ്ട്. എന്നാൽ പുഴകളിലും അല്ലെങ്കിൽ ജലാശയങ്ങളിലും ഡാമുകളിലൊന്നും തന്നെ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട രീതിയിൽ ഉയരുന്നില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സംവിധാനം എന്നുള്ള രീതിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കടക്കം ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടർ DR മേഘശ്രീയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ജില്ലയിലെ ക്വാറികൾ, അതോടൊപ്പം അഡ്വഞ്ചർ ടൂറിസം പാർക്കുകൾ തുടങ്ങിയവയൊക്കെ തന്നെ ഈ മഴയുടെ സാഹചര്യത്തിൽ അടച്ചിടുന്നു. അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ മേപ്പാടിയിലെ 4-5 വാർഡുകളിൽ നിയന്ത്രണമുണ്ട്. ആ മേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും മഴ കനക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ജില്ലാ ദുരന്ത നിവാരണം അതോറിറ്റി ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. നേരത്തെ ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു വയനാട്ടിൽ മഴ കനക്കാൻ സാധ്യതയുണ്ടെന്ന്. അതനുസരിച്ചാണ് നേരത്തെ ഉണ്ടായ ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ ജാഗ്രതയോടുകൂടി തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പലയിടങ്ങളിലും അതിതീവ്ര മഴയിലേക്ക് എത്തിയില്ലെങ്കിലും പലയിടങ്ങളിലും 100 മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴ ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കുഞ്ഞോം, കോറോം, തൊണ്ടർനാട് മേഖലകളിലൊക്കെയാണ് 150 മുകളിലേക്കൊക്കെ മഴ ലഭിച്ചിട്ടുള്ളത്. വൈദ്യുതി ഭാഗത്തും മഴ ശക്തമായി ലഭിക്കുന്നുണ്ട്. അതേസമയം വടക്കേ വയനാടിന്റെ പല മേഖലകളിലും മഴ ഇല്ല, അല്ലെങ്കിൽ മഴ കുറവ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മധു, ശരി.